നമസ്കാരം. മെയ് മാസത്തെ മകയിര നക്ഷത്ര ഫലമാണ്. ജ്യോതിഷശാസ്ത്രത്തിലെ 5ാമത്തെ നക്ഷത്രമായ മകയിരം ഇടവൻ രാശിയുടെ പകുതിയും മിഥുനൻ രാശിയുടെ പകുതിയും ചേരുന്ന ഒന്നിലാണുള്ളത്. 2026 മെയ് മാസത്തിലെ ഗ്രഹനിലകൾ ഈ നക്ഷത്രക്കാരെ സംബന്ധിച്ച് സങ്കീർണവും എന്നാൽ പരിവർത്തനവുമാവുന്നൊരു കാലഘട്ടത്തിൻ്റെ വിരൽ ചൂണ്ടുകയാണ് ചെയ്യുന്നത്. 2026 വർഷം തന്നെ ഒരു തിരുത്തൽ വർഷം ആയിട്ടാണ് ജ്യോതിഷത്തിൽ വിലയിരുത്തപ്പെടുന്നത്. പെട്ടെന്നുള്ള ഫലങ്ങൾ ലഭിക്കുന്നതിനേക്കാൾ ഉപരിയായി വ്യവസ്ഥിതികളിൽ പുനർനിർമ്മിക്കാനും തെറ്റുകൾ തിരുത്തി മുന്നേറുവാനുള്ള പ്രേരണയാണ് ഈ കാലഘട്ടം നൽകുന്നത്. മകര നക്ഷത്രക്കാരുടെ കാര്യത്തിൽ അവരുടെ അന്വേഷണാത്മകത, അതായത് കാര്യങ്ങൾ തിരഞ്ഞു പിടിച്ച് അതിനുള്ള പരിഹാരങ്ങൾ കാണുന്ന സ്വഭാവം, ചഞ്ചലമായ മനസ്സും ഈ മാസത്തെ ഗ്രഹസംക്രമണങ്ങളുമായി എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നത് വിശദമായി നമുക്ക് നോക്കാം. മെയ് മാസത്തിൻ്റെ പൊതുവായ സ്വഭാവം പരിശോധിക്കുമ്പോൾ മാസത്തിൻ്റെ തുടക്കം തന്നെ സ്കോർപ്പിയോ, അതായത് വൃശ്ചികൻ രാശിയിലെ പൂർണ്ണചന്ദ്രനാണ് അടയാളപ്പെടുത്തിയിരിക്കുന്നത്. ഇത് സാമ്പത്തിക കാര്യങ്ങളിൽ ഗൗരവമായ പുനർവിചിന്തനം ആവശ്യപ്പെടുന്ന സമയമാണ്. മകര നക്ഷത്രക്കാർക്ക് തങ്ങളുടെ ലക്ഷ്യങ്ങളിലേക്കുള്ള പുരോഗതി വിലയിരുത്താനും ആവശ്യമായ മാറ്റങ്ങൾ വരുത്താനും ഈ പൂർണ്ണചന്ദ്രൻ സഹായിക്കും. ഗവേഷണങ്ങൾ സൂചിപ്പിക്കുന്ന പ്രകാരം മകര നക്ഷത്രം ഒരു അന്വേഷകൻ്റെ ചിഹ്നമാണ്. ചന്ദ്രദേവനായ സോമനാണ് ഇതിൻ്റെ അധിപൻ. അതുകൊണ്ട് തന്നെ മാനസികമായ വേലിയേറ്റങ്ങളും പറ്റിപ്പോകാത്ത ജിജ്ഞാസയും ഈ നക്ഷത്രക്കാരുടെ മുഖമുദ്രയായി കാണുന്നു. മെയ് 6 പ്ലൂട്ടോ വക്രഗതിയിലാകുന്നത് അധികാരം, നിയന്ത്രണം, ദീർഘകാല പരിവർത്തനങ്ങൾ എന്നിവയെക്കുറിച്ചുള്ളൊരു ആത്മപരിശോധനയ്ക്ക് വഴിതെളിയും. മകര നക്ഷത്രക്കാരുടെ തൊഴിൽ മേഖലയിൽ പ്രധാനമായും ഉയർന്നു വരുന്നത് ഈ മാസത്തെ വേഗതയും മാറ്റവും ആണ്. 2026 ആദ്യ പകുതിയിൽ മകര നക്ഷത്രക്കാർക്ക് തൊഴിലിൽ വലിയ തോതിലുള്ള മുന്നേറ്റങ്ങൾ പ്രതീക്ഷിക്കാമെന്നാണ് പറയുന്നത്. തൊഴിൽ രംഗത്തെ പുരോഗതിയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ മെയ് മാസത്തിൻ്റെ ആദ്യ പകുതി ബുധൻ ഇടവൻ രാശിയിൽ നിൽക്കുന്നത് പ്രായോഗിക തീരുമാനങ്ങൾ എടുക്കാൻ സഹായിക്കുമെന്ന് വിദഗ്ധർ നിരീക്ഷിക്കും. ബുധൻ മകര നക്ഷത്രത്തിൻ്റെ ആദ്യ 2 പാദങ്ങൾ നിൽക്കുമ്പോൾ ഇടവൻ രാശിയിലൂടെ സഞ്ചരിക്കുന്നത് കാര്യങ്ങൾ പടിപടിയായി നീങ്ങുന്നത് അനുഭവപ്പെടും. മെയ് 17 ബുധൻ മിഥുനത്തിലേക്ക് മാറുന്നതോടെ ആശയവിനിമയം വേഗത്തിലാവുകയും പുതിയ ആശയങ്ങൾ പ്രാവർത്തികമാക്കാനുള്ള ഊർജ്ജം ലഭിക്കുകയും ചെയ്യും. തൊഴിൽ അന്വേഷകർക്ക് ഈ മാസം അനുകൂലമാണെന്നാണ് സൂചിപ്പിച്ചിട്ടുള്ളത്. ഇൻ്റർവ്യൂകളിൽ പങ്കെടുക്കുന്നവർക്ക് മികച്ച പ്രകടനവും ബന്ധങ്ങൾ സ്ഥാപിക്കാനും പുതിയ കരാറുകൾ ഏർപ്പെടാനും ഈ കാലയളവ് അനുയോജ്യമായി കാണുന്നു. മെയ് 18 ചൊവ്വ ഇടവത്തിലേക്ക് പ്രവേശിക്കുന്നത് പ്രവർത്തനങ്ങളിൽ ഒരുതരം മന്ദത അനുഭവപ്പെടുത്താനിടയുണ്ടാക്കാം. സാവധാനത്തിലുള്ള പുരോഗതി മാത്രമേ ഈ സമയത്ത് പ്രതീക്ഷിക്കാവൂ. വിദേശ ജോലികൾക്കോ വിദേശ ജോലി ആഗ്രഹിക്കുന്നവർക്കോ മകര നക്ഷത്രക്കാർക്ക്, പ്രത്യേകിച്ച് മിഥുനക്കൂറ് ഭാഗത്ത് വരുന്നവർക്ക്, വ്യാഴത്തിൻ്റെ മിഥുനരാശിയിലെ സ്ഥിതി വലിയ അനുഗ്രഹമായി മാറും. ആത്മവിശ്വാസം വർദ്ധിക്കുകയും തൊഴിൽ രംഗത്തെ അംഗീകാരങ്ങൾ തേടിയെത്തുകയും ചെയ്യും. വ്യോമയാന മേഖലയിലും സാങ്കേതിക രംഗത്തോ പ്രവർത്തിക്കുന്നവർക്ക് ഈ മാസം വലിയ ഉയർച്ചകൾക്കുള്ള സാധ്യതയുണ്ട്. മെയ് 1 സംഭവിക്കുന്ന പൂർണ്ണചന്ദ്രൻ്റെ സ്വാധീനത്തെ മുൻനിർത്തിയാണ് ഈ സമയത്തെ സാമ്പത്തികമായ ഓഡിറ്റിംഗ് ഉചിതമായിരിക്കുന്നത്. മകര നക്ഷത്രക്കാർക്ക് തങ്ങളുടെ പണം എവിടെ ചിലവാകുന്നു എന്നതിനെക്കുറിച്ച് കൃത്യമായ ധാരണ ഈ മാസം ആവശ്യവുമുണ്ട്. മെയ് മാസത്തിൻ്റെ പഴയ കുടിശ്ശികൾ ലഭിക്കാനോ വായ്പകൾ തിരിച്ചടയ്ക്കാനോ ഉള്ള സാഹചര്യം ഉണ്ടാകും. സാമ്പത്തികമായി ഒരു വളർച്ച കാലഘട്ടമാണ് ഇതല്ല. മെയ് 18 ശേഷം ചൊവ്വയുടെ സ്വാധീനം ചെലവുകൾ വർദ്ധിപ്പിക്കാൻ കാരണവുമാകും. ആഡംബര വസ്തുക്കൾ, ഗൃഹ അലങ്കാരങ്ങളുമായുള്ള പണം ചെലവഴിക്കൽ, ഇത് സാമ്പത്തിക സുരക്ഷിതത്വത്തെ ബാധിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. നിക്ഷേപങ്ങളെ സംബന്ധിച്ച് മെയ് മാസത്തിൽ വലിയ റിസ്കുകൾ എടുക്കുന്നത് ഒഴിവാക്കുന്നത് നല്ലതായിരിക്കും. ഭൂമി വാങ്ങുന്നതിനോ വീട് വിലയിരിക്കുന്ന അനുകൂലമായ സമയമുണ്ടെങ്കിൽ രേഖകൾ പരിശോധിക്കുന്നതിൽ ജാഗ്രത വേണം. ചതിക്കപ്പെടാനുള്ള സാധ്യത തള്ളിക്കളയാനാവില്ലെന്നാണ് കാണുന്നത്. വ്യാഴത്തിൻ്റെ അനുകൂല സ്ഥിതി മിഥുനക്കൂറുകാർ മകര നക്ഷത്രക്കാർക്ക് സാമ്പത്തിക ലാഭങ്ങൾ നൽകുമെങ്കിലും വർഷത്തിൻ്റെ 2ാം പകുതിയുടെ ചെലവുകൾ വർദ്ധിക്കാനുള്ള ഇടയും പറയുന്നുണ്ട്. മകര നക്ഷത്രക്കാരുടെ കുടുംബജീവിതത്തെ സംബന്ധിച്ച് ഒരു ചഞ്ചലത അനുഭവപ്പെടാനുള്ള അല്ലെങ്കിൽ ബന്ധങ്ങളെ ബാധിക്കുമെന്നതിനെക്കുറിച്ചാണ് പ്രധാന ചർച്ചാ വിഷയമായി പറയുന്നത്. ഈ നക്ഷത്രക്കാർ പൊതുവേ സ്നേഹനിധികളും മറ്റുള്ളവരെ സഹായിക്കാൻ താല്പര്യമുള്ളവരാണ്. എന്നിരുന്നാലും അവരുടെ സംശയബുദ്ധി ഇടയ്ക്ക് പ്രശ്നങ്ങൾ സൃഷ്ടിക്കും. മെയ് മാസത്തിൽ കുടുംബജീവിതം പൊതുവേ സന്തോഷമായിരിക്കുകയും അവിവാഹിതരായ മകര നക്ഷത്രക്കാർക്ക് വിവാഹാലോചനകൾ നടക്കുകയും അനുയോജ്യമായ പങ്കാളിയെ കണ്ടെത്താനുള്ള അവസരങ്ങളുണ്ടാകുകയും ചെയ്യുന്നൊരു സമയമാണ്. പ്രത്യേകിച്ച് മെയ് 16 അമാവാസിക്ക് ശേഷം പുതിയ ബന്ധങ്ങൾ ആരംഭിക്കുന്നത് ദീർഘകാലം നിലനിൽക്കാൻ സഹായിക്കും. എന്നിരുന്നാലും മെയ് 18 ശേഷം ചൊവ്വ ഇടവത്തിൽ നിൽക്കുമ്പോൾ പങ്കാളിയുമായി ചെറിയ തർക്കങ്ങൾക്കും വാദപ്രതിവാദങ്ങൾക്കുള്ള സാധ്യതയും തള്ളിക്കളയാനാവില്ല. മകര നക്ഷത്രക്കാരെ നേരിട്ടുള്ള സംസാരം മറ്റുള്ളവരെ വിഷമിപ്പിക്കാം. അതിനാൽ സംസാരത്തിൽ മിതത്വം പാലിക്കുക.
ദാമ്പത്യ ജീവിതത്തിൽ സമാധാനം നിലനിർത്താൻ സഹായിക്കുന്നത് അതാണ്. കുട്ടികളുടെ കാര്യത്തിൽ കൂടുതൽ ശ്രദ്ധ ആവശ്യമായി വരും. കുടുംബത്തിൻ്റെ പുണ്യകർമ്മങ്ങളോ പൂജകളോ നടക്കാനുള്ള സാധ്യതയുള്ള ഒരു മാസം കൂടിയാണിത്. ആരോഗ്യമേഖലയെ സംബന്ധിച്ച് ഉയർന്നു വരുന്നൊരു പ്രധാന കാര്യം മകര നക്ഷത്രക്കാരുടെ മാനസിക പിരിമുറുക്കമാണ്. അമിതമായ ചിന്ത ഇവരുടെ ആരോഗ്യത്തെ ദോഷകരമായി ബാധിക്കാം. 2026 മെയ് മാസത്തിൽ ഇവർ തങ്ങളുടെ മാനസികവും ശാരീരികവുമായ ആരോഗ്യത്തിന് തുല്യ പ്രാധാന്യം നൽകേണ്ടതുണ്ട്. വിദഗ്ധർ നൽകുന്ന സൂചനകൾ പ്രകാരം വയറുമായി ബന്ധപ്പെട്ട അസ്വസ്ഥതകൾക്കോ അല്ലെങ്കിൽ ദഹന പ്രശ്നങ്ങൾക്കോ ഈ മാസം സാധ്യതയുണ്ട് എന്നുള്ളതാണ്. വീട്ടിൽ പാചകം ചെയ്ത ലളിതമായ ഭക്ഷണം കഴിക്കുന്നത് ആരോഗ്യത്തിന് ഗുണകരമായി മാറും. കൂടാതെ ചർമ്മ സംബന്ധമായ പ്രശ്നങ്ങൾ ഈ മാസം സാധ്യത കാണുന്നുണ്ട്. അലർജി, ഉറക്കക്കുറവ് എന്നിവ അനുഭവപ്പെടാനും ഇടയുള്ളതിനാൽ കൃത്യമായ ദിനചര്യ പാലിക്കുക. അമിതമായ വിവരശേഖരണവും സോഷ്യൽ മീഡിയ ഉപയോഗവും മകര നക്ഷത്രക്കാരുടെ സമാധാനം കെടുത്താം. യോഗ, ധ്യാനം അല്ലെങ്കിൽ ശാന്തമായ അന്തരീക്ഷത്തിൽ സമയം ചെലവഴിക്കുന്നത് ഇവരുടെ അവബോധം വർദ്ധിപ്പിക്കാൻ സഹായിക്കും. മെയ് 31 ബ്ലൂ മൂൺ സമയത്ത് പഴയകാല മാനസിക വിഷയങ്ങളിൽ നിന്ന് മോചനം നേടാനും പുതിയ തുടക്കം കുറിക്കാനും സാധിക്കും. മകര നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ശനി, ചൊവ്വ ഗ്രഹങ്ങളുടെ സ്വാധീനം വളരെ വലുതായി കാണുന്നു. 2026 മെയ് മാസത്തിലെ ഗ്രഹസ്ഥിതി അനുസരിച്ച് ചില ദോഷപരിഹാരങ്ങൾ അനുഷ്ഠിക്കുന്നത് ഗുണകരമായി മാറും. മകര നക്ഷത്രക്കാർ സുബ്രഹ്മണ്യ സ്വാമിയെ ഭജിക്കുന്ന അവരുടെ ചൊവ്വാദോഷങ്ങൾ കുറയ്ക്കാൻ സഹായിക്കും. പ്രത്യേകിച്ച് ചൊവ്വാഴ്ചകളിൽ സുബ്രഹ്മണ്യ ക്ഷേത്ര ദർശനം ചെയ്യുന്നത് ഉത്തമമായി പറയുന്നു. കൂടാതെ ഭദ്രകാളി ദേവിയെ ആരാധിക്കുന്നതും ദോഷങ്ങൾ അകറ്റാൻ സഹായിക്കും. മകര നക്ഷത്രത്തിൻ്റെ ഓരോ പാദങ്ങൾക്കനുസരിച്ച് ചില പരിഹാരങ്ങളുണ്ട്. ശനിദോഷങ്ങൾ അനുഭവിക്കുന്നവർ, അതായത് കണ്ടകശനി അല്ലെങ്കിൽ അഷ്ടമശനി, ഈ കാലഘട്ടത്തിലുള്ളവർ ശനിയാഴ്ചകളിൽ ശാസ്താവിന് നീരാഞ്ജനം സമർപ്പിക്കുന്നതും എള്ളുപായസം വഴിപാടായി നൽകുന്നതും ഉചിതമായി പറയുന്നു. കൂടാതെ രോഗികൾക്കും ദരിദ്രർക്കും ഭക്ഷണം നൽകുന്നത്, വസ്ത്രം ദാനം ചെയ്യുന്നതും ശനിയെ പ്രസാദിപ്പിക്കാൻ സഹായിക്കും. നക്ഷത്രാധിപനായ സോമനെ, അതായത് ചന്ദ്രനെ പ്രീതിപ്പെടുത്തുന്നതിനായി തിങ്കളാഴ്ചകൾ വ്രതം അനുഷ്ഠിക്കുന്നതും ശിവക്ഷേത്രത്തിൽ ധാര നടത്തുന്നതും മാനസിക സമാധാനത്തിന് ഉത്തമമാണ്. ഈ റിപ്പോർട്ടിലെ വിവരങ്ങൾ മെയ് മാസത്തിലെ പൊതുവായ ഗ്രഹനിലയെ അടിസ്ഥാനമാക്കിയുള്ളതാണ്. വ്യക്തിപരമായ ജാതകത്തിലെ ദശാപകാരങ്ങൾക്കനുസരിച്ച് ഫലങ്ങളിൽ മാറ്റം വരാം.